സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2024 നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഹവ ഓർ ദൂൽ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാ വരിക, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ മക്കൾക്ക് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കാം. അതായത് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ മോഡൽ. വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു പോവാറല്ല, നമുക്ക് ഹിന്ദിയിൽ എങ്ങനെയാ ചോദിക്കുക ആ കവിത. അപ്പൊ അഥവാ ഒരു കവിതയാണെങ്കിൽ ആ കവിത എന്ത് തന്നിട്ടുണ്ടാവും, നമ്മുടെ ബോക്സിലായിട്ട് തന്നിട്ടുണ്ടാവും. മക്കൾക്ക് കവിതയുടെ ഒരു ഭാഗം തരും, എന്നിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും അതിൽ നിന്നും ചോദിക്കുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ആ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് കാണാൻ പറ്റും. ഇതേ കവിതയാവണമെന്നില്ല, ഇനി വേറെ ഏതെങ്കിലും കവിതയിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് തന്നെ ഇതേപോലെ തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയിപ്പോ നമ്മുടെ എക്സാമിന് ഇത് വരുന്ന സമയത്ത് അയ്യോ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നോക്കി എന്താണ് ഹവ ഓർ ദൂൽ, നമ്മുടെ കാറ്റും പൊടിയും അല്ലെ. കാറ്റും പൊടിയും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, അവരിങ്ങനെ റേസ് ഒക്കെ നടത്തുന്നത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കവിതയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഹവ എന്താണ് ഫസ്റ്റ് ഇടിക്കുന്ന സമയത്ത് ദൂല് വീണ്ടും വരും. അങ്ങനെ അവരൊരു ഒളിച്ചുകളിയൊക്കെ മോഡൽ ഒരു സംഭവമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഹവ മീൻസ് എന്താണ്, കാറ്റാണ്. ധൂൽ മീൻസ് എന്താണ്, പൊടിയായിരുന്നു അല്ലെ. അപ്പൊ കവിത മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് നോക്കിക്കേ, കവിതാക്കി ഏ പങ്ക്തിയാം, കവിതയിലെ ഈ ഒരു വരികൾ. പങ്ക്തിയ മീൻസ് എന്താണ്, വരികളാണ് കേട്ടോ. അതെന്തായാലും മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. പങ്ക്തിയ മീൻസ് വരികളാണ് എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, പങ്ക്തിയാം വരികളാണ്. ഈ വരികൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, വായിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പ്രശ്നോക്ക് ഉത്തരലേക്ക്, പ്രശ്നം മീൻസ് ഹിന്ദിയിൽ എന്താണ് അർത്ഥം, ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അതിനു മുമ്പ് കവിതയുടെ ഈ കുഞ്ഞു ഭാഗം ഒന്ന് മിസ് വായിച്ചു തരാം. നമ്മൾ പഠിച്ചു തന്നെയാണ്, എന്നാലും എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താം. നോക്കിക്കേ, ധൂല് ഗോജിത്തെ ആംഖേ മീച്ചി. ധൂല് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പൊടി എന്ത് ചെയ്യാണ്, ഗോജിത്തെ തിരഞ്ഞോണ്ടിരിക്കുകയാണ്, കണ്ണ് മൂടിക്കൊണ്ട് എന്ത് ചെയ്യാണ്, തിരഞ്ഞോണ്ടിരിക്കുകയാണ്. ദായേ ബായേ ആകെ പീച്ചെ, റൈറ്റും ലെഫ്റ്റും മുന്നിലും പുറകിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ആരെ തെരഞ്ഞോണ്ടിരിക്കുന്നേ, നമ്മുടെ ഹവേനല്ലേ, കാറ്റിനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലെ. ഹവ ചൽ രഹി സാൻസേ ഖീച്ചെ, നമ്മുടെ ഹവ വിട്ടുകൊടുക്കോ. അവനാണെങ്കിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്, കാറ്റ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്, സാൻസേ ഖീച്ചെ, ശ്വാസമൊക്കെ അങ്ങ് വലിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, നീച്ചേ നീച്ചേ ധൂലിക്ക് നീച്ചെ, നമ്മുടെ പൊടിയുടെ താഴെയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. പൊടിക്ക് ധൂല്, നീച്ചേ നീച്ചേ മീൻസ് എന്താണ്, താഴെ, പൊടിക്ക് താഴെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആര്, ഹവ, കാറ്റ് അല്ലെ. ലഗ ധൂല് കോ കുച്ച് ഹേ ഗഡ്ബഡ്, അപ്പൊ നമ്മുടെ ധൂലിന് പൊടിക്ക് എന്തോ ഒരു ഗഡ്ബഡ് ഉള്ള പോലെ. ഗഡ്ബഡ് മീൻസ് എന്താണ്, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നി അല്ലെ. ധൂല് ധപ്പ് സേ നീച്ചയായി, എന്നിട്ട് ധൂല് എന്ത് ചെയ്തു, ഹവ താഴെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ധൂല് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ താഴോട്ട് വന്നു എന്നുള്ളതാണ് നമ്മുടെ കവിതയില്. ഒരുപാട് വലിയ കവിതയായിരുന്നു, അതിൽ ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിന് തന്നിട്ടുള്ളൂ. ഇനി നോക്കാം, ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ ലൈൻസും തന്നിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ മക്കളെ എല്ലാം പഠിച്ചിട്ടുണ്ടാകണം. ഇവിടെ എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കോൻ ധപ്പ് സേ നീച്ചെ ആയി, ആരാണ്, കോൻ മീൻസ് എന്താണ്, ആരാണ് ധപ്പ് സേ നീച്ചെ ആയി, പെട്ടെന്ന് താഴോട്ട് വന്നത്. അപ്പൊ നമ്മള് ഒന്നും നോക്കണ്ട മക്കൾ, സ്വന്തമായിട്ട് എന്ത് ചെയ്യണ്ട, അത് കണ്ടുപിടിക്കേണ്ട, അതായത് സ്വന്തമായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യം കൂടി ഇല്ലാത്ത. കാരണം എന്താണ്, നമ്മുടെ കവിതയിൽ തന്നെ അർത്ഥമുണ്ട്, കവിതയിൽ തന്നെ എന്തുണ്ട്, ഉത്തരവും ഉണ്ട് അല്ലെ. നോക്കുക, ധൂല് ധപ്പ് സേ നീച്ചെ ആയേ, ആരാണ് പെട്ടെന്ന് എന്ത് ചെയ്തത്, നമ്മുടെ താഴെ വന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആരാ താഴോട്ട് വന്നത് പെട്ടെന്ന്, നമ്മുടെ പൊടിയാണ്, ധൂലാണ്. ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ധൂൽ എന്ന് എഴുതി കൊടുക്കുന്നു. ഓക്കെ, കറക്റ്റ്, സൂപ്പർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സംഭവമാണ്. ധൂലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് തന്നിട്ടുള്ളത്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് നോക്കിക്കേ, ഈ ആശി വാലി പങ്ക്തിയാൻ ചുൻകർ ലിഗേ, ഈ ആശയുള്ള പങ്ക്തിയാം, ഒരേ ടൈപ്പ് ആശയമുള്ള വരികൾ എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വരികൾ എടുത്ത് എഴുതൂ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതൂ. അപ്പൊ ക്വസ്റ്റ്യനും മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം എന്താണ്, എന്നാൽ മാത്രമേ എക്സാമിന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, സമാന ആശയത്തിലുള്ള, ഒരേ ടൈപ്പ് ആശയത്തിലുള്ള, അതായത് ഇവിടെ മക്കൾക്ക് എന്ത് തന്നിട്ടുണ്ട്, 2 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഈ സെന്റൻസിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് വരികൾ എവിടെയുണ്ട്, നമ്മുടെ കവിതയിലുണ്ട്. അപ്പൊ ആ കവിതയിൽ നിന്നും ആ ലൈൻസ് മാത്രം, ഇതിന് മാച്ച് ആയിട്ടുള്ള ലൈൻസ് മാത്രം മക്കൾ എന്ത് ചെയ്യണം, എടുത്തെഴുതണം. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലൈൻസ് വായിക്കാൻ പോവാണ്. ധൂൽ ആങ്കെ ബന്ദ് കർ
പൊടി കണ്ണ് എന്ത് ചെയ്തിട്ട് കണ്ണ് മൂടിയിട്ട് ആകെ പീച്ചെ മുൻപിലും പുറകിലും ദായേ ബായേ റൈറ്റും ലെഫ്റ്റ് ഒക്കെ ഗോജത്തി രഹി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ ആദ്യം നോക്കേണ്ടത് ഇതേപോലത്തെ വാക്കുകൾ കവിതയിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കേ. ആകെ പീച്ചെ എന്നുള്ള വാക്ക് കവിതയിൽ എവിടെയോ വരുന്നുണ്ടല്ലോ, ദേ ഇവിടെ വരുന്നുണ്ട്. ഇനി നോക്കാം, ദായേ ബായേ എന്ന് പറയുന്ന വാക്ക് എവിടെയോ കവിതയിൽ വരുന്നുണ്ടല്ലോ, ദേ ഇവിടെ വരുന്നുണ്ട്. ഇനി ആംഖോം കണ്ണുകൾ എന്ന് പറയുന്ന എവിടെയോ ഏതോ ഒരു ഭാഗം കവിതയിൽ വരുന്നുണ്ടല്ലോ, ദേ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ മക്കൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഒരേപോലത്തെ വാക്കുകൾ ഏതെങ്കിലും വരിയിൽ വരുന്നുണ്ടോ നോക്കുക, എന്നിട്ട് ആ 2 വരി എന്ത് ചെയ്യുക, എടുത്തെഴുതുക. നമ്മുടെ ആദ്യത്തെ ഈക്വൽ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ഏതാണ്, ദേ ഇതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ദേ ഈ ലൈൻസ് ഇതിനനുസരിച്ച് എഴുതിയെടുക്കുന്നു. ഇത്രയുള്ളൂ. അപ്പൊ വളരെ ഈസി തന്നെയാണ്. കണക്റ്റിംഗ് വേർഡ് ഏതെങ്കിലും ഒരു വാക്ക് കവിതയിൽ ഒരേപോലെ സെയിം ടു സെയിം ഉണ്ടാവും, അതനുസരിച്ച് ലൈൻസ് എടുത്ത് എഴുതേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തേത് മക്കൾ ഇതേപോലെ ഒന്ന് കണ്ടുപിടിച്ച്, മിസ്സിന്റെ കൂടെ ഒന്ന് കണ്ടുപിടിച്ച്. രണ്ടാമത്തേതും ഇതേപോലെ ഇതേ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നമ്മൾ എവിടെ കാണും, ദേ ആ ഒരു ലൈനിൽ കാണും, നമ്മുടെ ആ ഒരു വരികളിൽ കാണും, അതിനനുസരിച്ച് നമ്മൾ എഴുതുകയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഹവ സാസേ കീച്ചുകർ, നമ്മുടെ ഹവ കാറ്റ്, സാസേ കീച്ചുകർ ശ്വാസം കീച്ചുകർ വലിച്ചു പിടിച്ചിട്ട്, ധൂലുക്കെ നീച്ചെ ചൽ റഹി തീ നമ്മുടെ പൊടിയുടെ പുറകെയല്ല താഴെ കൂടെ പോവുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്ക, സാൻസേന്ന് ഏതെങ്കിലും ഭാഗത്ത് മക്കൾ കാണുന്നുണ്ടോ, ദേ സാൻസേ എന്നുള്ള ഭാഗം എവിടെയെങ്കിലും കണ്ടോ, ദേ ഇവിടെയുണ്ട് സാൻസേ എന്നുള്ളത്, ദേ സാൻസോ എന്നുള്ളത് ദേ ഇവിടെ എന്നിട്ട്. അപ്പൊ അത് ഓക്കെ. ഇനി നോക്ക, കീഞ്ച് എന്നുള്ള ഭാഗം എവിടെയെങ്കിലും കാണുന്നുണ്ടോ, ഉണ്ട്, ദേ ഇവിടെ കാണുന്നുണ്ട്. ഇനി നീച്ചെ എന്ന് പറയുന്ന ഭാഗം എവിടെയെങ്കിലും കാണുന്നുണ്ടോ, ദേ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ലൈൻസ്, ദേ കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ദേ ഈ 2 ലൈൻസ് ആണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. മക്കൾ എന്ത് ചെയ്യുന്നു, ദേ ഇത് കറക്റ്റ് എടുത്തെഴുതുന്നു. നമ്മുടെ ഈ 2 ലൈൻസ് എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണിത്. എന്തായാലും ക്രിസ്മസ് എക്സാമിന് ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പൊ സമാൻ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഗേ, ലൈൻസ് എടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞ മക്കൾ ടെൻഷൻ അടിച്ചിരിക്കരുത്. കണക്റ്റിംഗ് വേർഡുകൾ വെച്ചിട്ട് ആ 2 ലൈൻസ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ എഴുതുക. നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് എവിടെ, നമ്മുടെ ബാച്ചിൽ. അപ്പൊ ബാച്ചിൽ ഇതുവരെ ചേരാത്ത ഏതെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ ചേരണം. കാരണം എന്താണ്, മക്കൾക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, കലോത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും പേടിക്കേണ്ട, നമ്മുടെ ബാച്ചിൽ എല്ലാം സെറ്റാണ്. എല്ലാ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ പാഠങ്ങളും കൃത്യം, ഹിന്ദിയുടെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നോട്ടുകൾ എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, അതൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, പൃഥ്വി ബാച്ചിൽ നമ്മൾ ചേരുക. പൃഥ്വി ബാച്ചിൽ ചേരുക ഒന്നുമില്ല, അതേ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുക. കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉള്ളൂ. 1 കൊല്ലം, ഇനി ഈ ഉള്ള ഒരു ഇയർ മൊത്തം, ഇതിപ്പോ നമ്മൾ മാർച്ച് വരെ മക്കളുടെ കയ്യിൽ എന്തുണ്ടാവും, ഈ ഒരു ആപ്പ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെ. ഇപ്പൊ പണ്ടത്തെ ക്ലാസ് ആണ്, പണ്ടത്തുള്ള ആ പാഠം മക്കൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കാണണമെങ്കിൽ ആ ക്ലാസ് പോയി കണ്ടാൽ മതി. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മക്കൾക്ക് ഇത് ഇരുന്ന് കാണാം അല്ലെ. അപ്പൊ ഇതുവരെ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പീഡിൽ ഒന്ന് ജോയിൻ ചെയ്തേക്ക്. ഇതൊന്നും നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.